ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ നിൽക്കുന്ന സുന്ദരി ബാർബി ഡോളിനെ കണ്ടോ, അവളുടെ ഒരു മേക്ക് ഓവർ ആയിട്ടാട്ടോ. അടുത്തിരിക്കുന്ന ഒരു കുഞ്ഞി പശുവിൻ്റെ കേക്ക് ഉണ്ടല്ലോ, അതും ഞാൻ തന്നെ ചെയ്തേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് ഡോൾ കേക്കിൻ്റെ കഥയിലേക്ക് വരാം അല്ലേ. ഇത് ഞാൻ ഡോൾ കേക്കിൻ്റെ മോൾഡ് ഇല്ലാതെ ചെയ്തൊരു കേക്കാട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അങ്ങനെയല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാലേ, നമ്മുടെ ഈ വീട്ടിലുണ്ടാവുമല്ലോ ഈ കറി എടുക്കുന്ന സ്റ്റീലിൻ്റെ കറി ബൗൾ ഉണ്ടാവുമല്ലോ, അത് രണ്ട് വലുപ്പത്തിൽ, ഒന്ന് ചെറുതും ഒന്ന് അതിനേക്കാളും നേരിയൊരു വലുതും കൂടി. ഇതിൽ രണ്ടിലും കൂടെ നമ്മൾ 1 കിലോൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട്, ഒന്ന് ഞാൻ ആദ്യം ഒരു 3/4 കിലോൻ്റെ ലേശം ഒഴിച്ചു കൊടുത്തു, പിന്നെ 1/2 കിലോൻ്റെ, പിന്നെ ഈ 2 ബൗളിലും കൂടിയായിട്ട് ലേശേച്ച് ഒഴിച്ചു കൊടുത്തിട്ടാട്ടോ ഞാൻ ഇത് ബേക്ക് ചെയ്തിട്ടുള്ളത്. 1 kg ആയിരുന്നു കേട്ടോ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ള മാംഗോ കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാംഗോ ചോക്ലേറ്റ് എടുത്തിട്ടൊന്ന് ഗണേഷാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടാട്ടോ ഇതിൻ്റെ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിതിൽ വൈറ്റ് ചോക്ലേറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി തന്നെ അത്യാവശ്യത്തിന് മധുരം ഉണ്ടാവും. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും കൂടി ആകുമ്പോൾ മധുരം കൂടണ്ടെന്ന് കരുതിയിട്ടാട്ടോ അത് ഒഴിവാക്കിയേ. അപ്പോൾ ഞാൻ അതിൻ്റെ താഴത്തെ 2 ലെയർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ 7 ഇഞ്ച് മോൾഡിൽ ബേക്ക് ചെയ്തിട്ടുള്ള കേക്കാട്ടോ. അത് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ താഴത്തെ 2 ലെയറും അത് കൊടുത്തു കേട്ടോ. 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്ത 2 ലെയർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ 5 ഇഞ്ചിൻ്റെ മോൾഡിൽ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്ത കേക്കാട്ടോ പിന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഐസിങ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ഇടയിൽ കൊടുക്കുന്ന ക്രീം കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലായിടത്തും ഒരേ ലെവലിൽ വരാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആ ഇടയിൽ കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡ് ഭാഗം കൂടി ഒപ്പം ഫിനിഷ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ, അതായത് ചെരിയാണ്ടേയും പിന്നെ എന്തായാലും ഉയർന്നും താഴ്ന്നും നിൽക്കാണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഓരോ ലെയറിലും ആദ്യം മാംഗോ ഗണേഷ് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ ഞാൻ ലെയറിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫില്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 7 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്ത 2 ലെയർ വെച്ചതിന് ശേഷം ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്ത 2 ലെയറാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്ത ആ കേക്കും കൂടി വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്രീം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് സൈഡും കൂടി ജസ്റ്റ് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുത്താലാണ്. ഇപ്പോൾ തന്നെ ആ ഒരു ആകൃതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഞാൻ എന്തിനാണ് ആ സൈഡും കൂടി ഒപ്പം ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ക്രീമെല്ലാം വെച്ച് ഗണേഷും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് ഫില്ലിങ്സും കൊടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ വെച്ചിട്ടുള്ള ലെയർ ഏതാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ കറി ബൗളുണ്ടാക്കി 2 എണ്ണം, അതിൽ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഏറ്റവും വലിയത് നോക്കിയിട്ടാണ് അടുത്തതായിട്ട് ഞാൻ ലെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു കേക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡോൾ കേക്കിൻ്റെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കറി ബൗൾസാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ വെച്ച് വരുമ്പോൾ തന്നെ, അതായത് അതിൻ്റെ ആ ഉടുപ്പ് നിൽക്കുന്ന അതേ രീതിയിലാണ് മുകളിലേക്ക് വരുന്നത് കേട്ടോ. ഫ്രൂട്ട് കേക്കൊക്കെ ചെയ്യുമ്പോഴേ, അതായത് മാംഗോ കേക്ക്, പൈനാപ്പിൾ കേക്ക്, സ്ട്രോബെറി കേക്ക്, അതൊക്കെ ചെയ്യുമ്പോൾ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടി താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രഷ് ഫ്രൂട്ടിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അതായത് നമ്മുടെ ക്രഷ് ഉണ്ടല്ലോ, അത് മാംഗോ ക്രഷൊക്കെ നമ്മൾ മാംഗോ ഫ്രഷ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും ഒന്നും കൂടി ടേസ്റ്റാണ്, നമുക്ക് ഹെൽത്തിയും ആവും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ബൗളിലാണ് ഉണ്ടാക്കിയത്. ആ ബൗളിൽ ഇനി വെക്കുന്ന ലെയേഴ്സൊക്കെ ഞാൻ ആ ബൗളിൽ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തതാട്ടോ. ചെറിയ ബൗളാണ്, എനിക്ക് ആ ബൗൾ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാനിനി എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ബൗൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്നത് നമ്മൾ കറി എടുക്കണേ ഈ ഏകദേശം ഈ ഒരു മോഡൽ, അതായത് ഇതേ ആകൃതിയിൽ വരുന്നൊരു ബൗൾ കേട്ടോ. പിന്നെ നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള കേക്ക് വെച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ നൈഫ് വെച്ചിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ചെത്തിയിട്ടാണ് ഇത് റെഡിയാക്കുക, ഈ മോൾഡ് ഇല്ലാത്തവർ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അവർക്കും കൂടി സുഖമാവും കേട്ടോ. നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ചെത്തി വരുമ്പോൾ ചിലപ്പോൾ അതേ ഷേപ്പ് കിട്ടില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടും കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ലാസ്റ്റത്തെ പീസ് ഉണ്ടല്ലോ, ഇത് മാത്രം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാട്ടോ. കാരണം ഇത്ര ചെറിയൊരു പീസ് എനിക്ക് ഒപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്പോഞ്ച് കട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ പീസ്. ഇതും കൂടി വെച്ച് വന്നപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഏകദേശം എന്തായാലും 1 കിലോനൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതിന് റോസറ്റ ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ചെയ്യുമ്പോൾ എന്തായാലും ഒരു 1.5 കിലോയിലേറെ നമ്മുടെ കേക്ക് ഉണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ ഈ ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് കേക്ക് ഏൽപ്പിച്ചാലുള്ള മറ്റൊരു ബെനിഫിറ്റ് കേട്ടോ. നമ്മൾ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ തൂക്കത്തിലാണ് നമുക്ക് കേക്ക് കിട്ടുക. ഈ ലാസ്റ്റിലെ പീസ് ഞാൻ രണ്ട് ലെയറായിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. ഒന്നും കൂടി മുകളിലേക്ക് വേണമായിരുന്നു എനിക്ക് കേക്ക്. അപ്പോഴേ നമുക്ക് ബാർബീനെ വെച്ചാൽ ആ ഒരു വൃത്തി കിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതാ 2 പീസ് വെച്ചു. ഞാനത് ക്രീം ചെയ്യാം കേട്ടോ. ക്രീം ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ബാർബിനെ വെക്കാനുള്ളത്.
ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബാർബി ഡോളിൻ്റെ ആ ഒരു ഉടുപ്പ് നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ റോസെറ്റ ഡിസൈനും കൂടി വന്നാൽ സെറ്റാവില്ലേ. അങ്ങനെ തന്നെ നമ്മുടെ കേക്ക് ക്രം കോട്ടൊക്കെ ചെയ്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേ ഒന്നും കൂടി സെറ്റായി കിട്ടുള്ളൂ. നമ്മൾ ഒന്നിങ്ങനെ ഉയരത്തിലുള്ള കേക്കല്ലേ, അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് സെറ്റായാലേ നമുക്ക് അടുത്തുള്ള ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ക്രം കോട്ടൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഞാനിതിനെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. നമുക്കിനി ഓറഞ്ച് കളറിലാട്ടോ ഇത് കേക്കിൻ്റെ ഫൈനൽ ചെയ്യാനുള്ളത്. ക്രം കോട്ട് ചെയ്തതിൻ്റെ മുകളിൽ ഞാനിത് അതുപോലെ ഓറഞ്ച് കളർ കൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് റോസെറ്റ ഫ്ലവറാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്ക് താഴെ വൈറ്റ് കളറിൽ ക്രീം കാണണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ആ ഓറഞ്ച് കളറിൽ ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാകുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇടുണ്ടെങ്കിലും അത് നമുക്ക് ആ ഓറഞ്ച് കളർ തന്നെ എടുത്ത് കാണിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ വൈറ്റ് കാണിക്കുമ്പോൾ കേക്ക് ബോറായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ താഴെ എന്തായാലും ഓറഞ്ച് കളർ ഏതാണോ നമ്മൾ ചെയ്യാൻ വിചാരിച്ച കളർ ആ കളറിൽ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. റെഡ് കളറും യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ടാട്ടോ എനിക്ക് ഈ ഓറഞ്ച് കളർ കിട്ടിയേ. അപ്പോൾ എനിക്ക് ഈ ബാർബിയുടെ മോഡൽ അവർ എൻ്റെ കസ്റ്റമർ സെൻഡ് ചെയ്ത് തന്നിരുന്നു കേട്ടോ. അത് അവർക്ക് പിങ്കും അടിയിലൊരു ലെയർ വൈറ്റും ആയിരുന്നു. അപ്പോൾ അവരെ പറഞ്ഞു അവരുടെ കുട്ടിയുടെ ഫ്രോക്ക് ഓറഞ്ചാണ്, അപ്പോൾ ഓറഞ്ച് കളറിലേക്ക് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓറഞ്ച് കളറും ഇതേ താഴെ വൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബാർബി ഡോളിൻ്റെ കേക്ക് ഉണ്ടാക്കണ മോൾഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ മോൾഡിൽ ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ഓരോന്നിലാട്ടോ ഉണ്ടാക്കിയത്. അതാണ് ഞാൻ നിങ്ങളോടും കൂടി പറഞ്ഞുതരാം, ഇങ്ങനെ ഉണ്ടാക്കാം. മോൾഡ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു കേട്ടോ. ഈ ബാർബിയുടെ മുകൾ ഭാഗത്തേക്ക് ഞാൻ വൈറ്റിൽ തന്നെ കേട്ടോ വർക്ക് കൊടുക്കുന്നത്. താഴെ നടുഭാഗത്ത് ഓറഞ്ചും താഴെയും മുകളിലും വൈറ്റ് ആയിട്ടാണോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അവർ തന്നിട്ടുള്ള മോഡലും അതുപോലെ തന്നെ ആയിരുന്നേ. എനിക്ക് ഈ ബാർബി കേക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ബേക്കിംഗ് തുടങ്ങിയ കാലത്തൊക്കെ ഞാൻ ഒരുപാട് ബാർബി കേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് തീരെ ബാർബി കേക്ക് ചെയ്യാറില്ല കേട്ടോ. ചെയ്യാറില്ലെന്ന് പറഞ്ഞാൽ ഓർഡർ വരാറില്ല കേട്ടോ. ഇപ്പോൾ അധികം നമുക്ക് വരാറുള്ള ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടുള്ള കേക്കുകളാണ്. അതിപ്പോൾ അധികം കസ്റ്റമൈസ്ഡ് കേക്കുകളാണ് വരാറ്. നമ്മൾ കാർട്ടൂൺ തീം അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് അങ്ങനത്തെ ഒക്കെ ആയിട്ട് വരാറ്. റയറായിട്ടാണ് ഇതുപോലെ ബാർബി ഡോൾ വരാറ്. അപ്പോൾ അതെന്തായാലും ഞാൻ എനിക്ക് കിട്ടിയ ബാർബിനെ സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുമെല്ലാം കുറച്ച് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുമെന്ന് എടുത്ത് കാണാനാണെങ്കിൽ വൈറ്റിൽ റെഡ് ബീഡ്സ് ആട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. പിന്നെ ഓറഞ്ചിൽ കുറച്ച് നൈസായിട്ടുള്ള ചെറിയ വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തു. പിന്നെ ബാർബിക്ക് ഇതാ ഞാൻ കമ്മലിട്ട് കൊടുത്തു, മാല ഇട്ട് കൊടുത്തു, വള ഇട്ട് കൊടുത്തു. അതൊക്കെ റെഡിലിട്ടോ. കാണാൻ ഒന്നും കൂടി ഒന്ന് ക്യൂട്ടായിക്കോട്ടെ എന്ന് കരുതിയേ. ഈ ബാർബിയുടെ കൂടെ തന്നെ എനിക്കൊരു 1 kg കൗവിൻ്റെ തീമിൽ, അതായത് ചെറിയൊരു പശുക്കുട്ടിയുടെ തീമിലൊരു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചേച്ചിക്കും അത് അനിയനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഈ ചേച്ചിയുടെ അനിയൻ്റെയും ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ ഈ ബർത്ത്ഡേ വരെ ഞാൻ തന്നെയാണ് കേട്ടോ അവർക്ക് കേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കസ്റ്റമേഴ്സ് പെടുന്ന ഒരു കൂട്ടരാട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ബാർബിയുടെ പണി ഇതോടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ, നല്ല രസമല്ലേ കാണാൻ. ഇതിൽ ബീഡ്സും കൂടി വെക്കാനുണ്ട് എനിക്ക്. ബീഡ്സും കൂടി വെക്കുമ്പോഴേ നമ്മുടെ ബാർബി കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ബാർബിയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ആ കൗ തീമിലുള്ള കേക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ കസ്റ്റമർ കേക്കുകൾ എടുക്കാൻ വന്നേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കൗ തീമിലുള്ള കേക്കിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിലെനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു തീമാണ് കേട്ടോ. ഞാൻ ഇതുവരെ കൗ തീമിലൊരു കേക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ആ മോനിപ്പോൾ അതായത് പശുമ്പനാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ മതി കേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നമ്മുടെ പിൻട്രസ്റ്റ് തപ്പിയിട്ടാട്ടോ ഞാൻ ഈ ഒരു കേക്കിൻ്റെ തീം എടുത്തേ. അതും തന്നെ ഫോട്ടോസും എടുത്ത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കേക്കിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കസ്റ്റമറോട് പറഞ്ഞു ഞാനിതൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് ഏതെങ്കിലും ഒരു വീഡിയോസോ ഫോട്ടോസോ സെൻഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത ആ ഒരു വീഡിയോ ആയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേറെ വീഡിയോസൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കേക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും ആ കമൻറ്റ് വഴി ഒന്ന് രേഖപ്പെടുത്താനും കൂടി മറക്കണ്ട. നമ്മുടെ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.